വയസ്സ് പറയണ്ട. എന്തായാലും എന്നെക്കാൾ വയസ്സുള്ള ഒരാൾക്കാരോടുണ്ട്. താവസ്ഥാനം ഒരു വട്ടം കണ്ടിട്ടുണ്ട്. കോട്ടക്കലടുത്ത് ആട്ടീരിയിൽ വയതിന് വന്നതാണ്. അന്ന് ഞാൻ ചാപ്പനങ്ങാടി നിന്ന് ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ദർസിൽ ഓതുന്ന കാലാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും താവന്റെ വയത് വെക്കാൻ പറഞ്ഞു പോകേണ്ട കൂട്ടത്തിൽ ഞാനും പോയി. മെല്ലിച്ചിട്ടൊരു മനുഷ്യനാണ് നമ്മൾ കണ്ടപ്പോ. ഒരു ഓയിൽ മുണ്ട് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വയത് കസാലയിൽ, മരത്തിന്റെ ഒരു കസാലയിൽ ഇരുന്നിട്ട് ആ വയത് പറഞ്ഞത്. ആ വയത് ഓർമ്മയുണ്ട്. സ്വലാത്തിനെ പറ്റിയിട്ടായിരുന്നു വയത്. ആ വയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് കേട്ടോ, കുറെ മുമ്പ് കേട്ടതാണ്. അപ്പൊ താഴ്വസ്ഥാനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശുഗപുരം അങ്ങനെയുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. കോയ മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യും കാലും ഒന്നും ഇല്ലാത്തൊരു കോയ മുസ്ലിയാർ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. വയത് അറിയുന്ന നല്ല വയതാണ്. അപ്പൊ വയത് പറഞ്ഞാല് താരീഖ്, വയതില് താരീഖ് ഉണ്ടായിരിക്കണം, ചരിത്രം ഉണ്ടായിരിക്കണം. ആരുടെ ചരിത്രമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൗസുൽ ആദമിന്റെ വാപ്പാന്റെ ഒരു താരീഖ് പഴയ കാലത്ത് വയതന്മാര് പറയലുണ്ട്. അബൂ സ്വാലിഹി എന്ന് പറയുന്ന ആള് അത്തിപ്പഴം കഴിച്ച് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയൊരു കഥ. പുതിയ ആളുകൾ അത് അറബി കിതാബുകളിലൊന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അറബി കിതാബിൽ ഉണ്ടാവണം നിർബന്ധമുള്ള കേസൊന്നും അല്ല. അല്ലെങ്കിലും താരീഖുകൾ കൂടുതലും അറബിയിലല്ല ഉള്ളത്. പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഔലിയാക്കന്മാരുടെയൊക്കെ താരീഖ് അധികം ഉണ്ടാവുക ഫാരിസി ഭാഷയിലാണ്. ഫാരിസിയിൽ നിന്ന് പിന്നീട് പല ഗ്രന്ഥങ്ങളും ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിയിലേക്കുള്ള മൊഴിമാറ്റം വളരെ കുറവാണ്. അതുകൊണ്ട് പഴയകാല ആളുകളൊക്കെ പറഞ്ഞിരുന്ന, ആലിമീങ്ങളൊക്കെ പറഞ്ഞിരുന്ന പഴയ ചരിത്രങ്ങളും അറബി കിതാബുകളിൽ കാണാനില്ല എന്നത് ശരിയാണ്. അറബി കിതാബിലുണ്ടാണ് നിർബന്ധമൊന്നുമില്ല. വേറെ ഏതെങ്കിലും കിതാബിലൊക്കെ ഉണ്ടായാലും മതി. ഫാരിസി ഭാഷയിലും ഉറുദു ഭാഷയിലൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പഴമക്കാര് സൂക്ഷ്മതയുള്ളവരായതുകൊണ്ട് എവിടെയും കാണാതെ പറയൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ഉസ്താദന്മാര് പറഞ്ഞു കൊടുത്തെങ്കിലും ഉണ്ടാവുന്നില്ല.